ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിലെ ബ്രിക്ക് എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഫ്രീ ക്ലാസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഫുള്ള് ഫ്രീ ക്ലാസ് ആണ്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് തന്നെയാണ്. എക്സാം സിലബസ്, അതായത് എക്സാമിന് വേണ്ടിയുള്ള ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. സോ എല്ലാ ദിവസവും നമ്മളെ ക്ലാസ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇപ്പോൾ തുടങ്ങാം. ഇനി നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ബ്രിക്ക് എന്ന ടോപ്പിക്കാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓഫ് ബ്രിക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എർത്തിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അലുമിനിയം ഉണ്ട്, സിലിക്കയുണ്ട്, ലൈമുണ്ട്, അയൺ ഓക്സൈഡ് ഉണ്ട്, മെഗ്നീഷ്യം. ഇപ്പോൾ ഗുഡ് ബ്രിക്കർത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് അലുമിന, സിലിക്ക, ലൈമ്, അയൺ ഓക്സൈഡ്, മെഗ്നീഷ്യം. ഈ ബ്രിക്കർത്തിൻ്റെ ഇൻഗ്രീഡിയൻസും നമ്മുടെ സിമൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ മാറിപ്പോലെ. സിമൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടുതലാണ്. ഇതിൽ 5 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അതായത് ഇത് നമുക്ക് ഓർമ്മിക്കാനായിട്ട് ആദ്യത്തെ ക്യാപിറ്റൽ ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ അസ്ലിം എന്നൊക്കെ ഓർമ്മിച്ച് വയ്ക്കാം. ഒരു കോഡായിട്ട് ASLIM എന്ന് ഓർമ്മിച്ച് വയ്ക്കുക. അലുമിന, സിലിക്ക, ലൈമ്, അയൺ ഓക്സൈഡ്, മെഗ്നീഷ്യം. ഓക്കെ, ഇതിങ്ങനെ ഓർമ്മിച്ച് വയ്ക്കുക. ദെൻ ഇനി അതിൻ്റെ പെർസെൻറ്റേജും അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അലുമിന എന്ന് പറയുന്നത് 20 to 30% ആണ്. ഓക്കെ, അലുമിന എന്ന് പറയുന്നത് 20 to 30% ഉണ്ട്. അലുമിനയെ ചീഫ് ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയും. ബ്രിക്കിൻ്റെ ചീഫ് അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അലുമിനയാണ്. പ്രൊവൈഡ് പ്ലാസ്റ്റിസിറ്റി വൈൽ മൗൾഡിങ്. ഓക്കെ, അലുമിന മൗൾഡിങ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അലുമിനയുടെ ക്യാരക്ടർ എന്താണ്? മൗൾഡിങ് ചെയ്യുന്ന സമയത്ത്, ബ്രിക്ക് നമ്മൾ മൗൾഡിങ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യും. ദെൻ അലുമിന കൂടിപ്പോയാൽ ബ്രിക്കിൽ ശ്രിങ്കേജും വാർപ്പിംഗ് സംഭവിക്കും. ഓക്കെ, വാർപ്പിംഗ് സംഭവിക്കും. ഈ ശ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്നർത്ഥമുണ്ട് കേട്ടോ. ചുരുങ്ങുകയാണ് ശ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ. വാർപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബെൻഡ് ആവുക അല്ലെങ്കിൽ ബെൻഡ് ഔട്ട് ഓഫ് ഷേപ്പ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പോൾ അലുമിന കൂടിപ്പോയാൽ ശ്രിങ്കേജ് ആൻഡ് വാർപ്പിംഗ് സംഭവിക്കും. ഈ ശ്രിങ്കേജും വാർപ്പിംഗ് സംഭവിക്കുന്നത് ഡ്രൈയിങ് ആൻഡ് ബേണിംഗ് പ്രോസസ്സ് നടക്കുമ്പോഴാണ്. ഓക്കെ, ഡ്രൈയിങ് ആൻഡ് ബേണിംഗ് പ്രോസസ്സ് നടക്കുമ്പോഴാണ് ഈ ശ്രിങ്കേജ് ആൻഡ് വാർപ്പിംഗ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അലുമിന 20 to 30% ആണ്. C4 മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നു. പ്രൊവൈഡ് പ്ലാസ്റ്റിസിറ്റി വൈൽ മൗൾഡിങ് സമയത്താണ് പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അലുമിന കൂടിപ്പോയാൽ ശ്രിങ്കേജ് ആൻഡ് വാർപ്പിംഗ് സംഭവിക്കാം. ഓക്കെ, ദെൻ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് സിലിക്ക എന്ന് പറയുന്നത്. സിലിക്കയുടെ പെർസെൻറ്റേജ് വന്നിട്ട് 50 to 60% ആണ്. സിലിക്ക എത്രയാണ്? 50 to 60% ഉണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളത് സിലിക്കയാണ്. സോ മേജർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നു. ദെൻ ഡ്യൂറബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സിലിക്കയുടെ കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ബ്രിക്കിൻ്റെ ഡ്യൂറബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സിലിക്ക എന്ന കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ മെയിൻറ്റെയിൻ യൂണിഫോം ഷേപ്പ്. ബ്രിക്കിന് യൂണിഫോം ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സിലിക്ക ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ റെഡ്യൂസ് ശ്രിങ്കേജ്, വാർപ്പിംഗ്, ക്രാക്കിംഗ്. അപ്പോൾ സിലിക്കയുടെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് ബ്രിക്കിന് സംഭവിക്കുന്ന ശ്രിങ്കേജ്, വാർപ്പിംഗ്, ക്രാക്കിംഗ് എന്നിവയെ റെഡ്യൂസ് ചെയ്യാൻ സിലിക്ക കണ്ടൻറ്റിന് കഴിയും. ദെൻ ഇഫ് സിലിക്ക ഈസ് എക്സസ്, സിലിക്ക കൂടിപ്പോയാൽ കോഹിഷൻ ലോസ് സംഭവിക്കും. അതായത് സിലിക്ക കൂടിപ്പോയാൽ ബ്രിക്കത്തിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള കോഹിഷൻ ലോസ് സംഭവിച്ചിട്ട് ബ്രിക്ക് ബ്രിട്ടിലായി പോകും. ഓക്കെ, അപ്പോൾ സിലിക്കയുടെ കണ്ടൻറ്റ് കൂടിപ്പോയാൽ ബ്രിക്ക് എർത്തിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള കോഹിഷൻ ലോസ് സംഭവിച്ച് ബ്രിക്ക് ബ്രിട്ടിലായി പോകും. ഓക്കെ, ദെൻ ഫ്യൂസിങ് ടെമ്പറേച്ചർ ഓഫ് സിലിക്ക എന്ന് പറയുന്നത് 1730 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഈ സിലിക്ക ഫ്യൂസ് ആകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 1730 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അതാണ് സിലിക്ക. ദെൻ അടുത്ത ലൈമ് should be less than 5%. Okay, should be less than 5%. Okay, not greater than 5%. അതായത് 5%-നേക്കാളും കൂടാൻ പാടില്ല. should be less than 5%. 5%-നകത്തായിരിക്കണം. ഇറ്റ് ആക്ട് ആസ് ഫ്ലക്സ്. ഓക്കെ, ലൈമ് ഫ്ലക്സ് പോലെ ആക്ട് ചെയ്യും. അതിന് കാരണം
നമ്മുടെ ബ്രിക്കിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 350 ടു 1100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ബ്രിക്കിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 350 ടു 1100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, പക്ഷേ നമ്മുടെ ബ്രിക്കർത്തിലെ കണ്ടൻ്റായ സിലിക്കയുടെ ഫ്യൂസിങ് ടെമ്പറേച്ചർ എത്രയാണ്? 1730 ഡിഗ്രി സെൽഷ്യസ് ആണ് സിലിക്കയുടെ ഫ്യൂസിങ് ടെമ്പറേച്ചർ. ലൈമിൻ്റെ ഈ ഫ്ലക്സ് എന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് 1730 ഡിഗ്രി സെൽഷ്യസിൽ ഫ്യൂസ് ആവുന്ന സിലിക്ക ബ്രിക്കിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചറായ 1100 ഡിഗ്രി സെൽഷ്യസിനകത്ത് വെച്ച് ഫ്യൂസ് ആവാൻ സഹായിക്കുന്നത്. ഓക്കെ, ഫ്ലക്സ് ഉള്ളത് കൊണ്ടാണ് ആ സിലിക്ക ഈ ബ്രിക്കിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചറിനകത്ത് വെച്ച് ഫ്യൂസ് ആകുന്നത്. അതാണ് അവിടെ നോക്കാനുള്ളത്. ദെൻ ലൈമ് പ്രിവെൻറ്റ് ശ്രിങ്കേജ്. ഓക്കെ, ലൈമ് ശ്രിങ്കേജിനെ പ്രിവെൻറ്റ് ചെയ്യും. ദെൻ ലൈമ് കൂടിപ്പോയാൽ മെൽറ്റിംഗ് സംഭവിക്കും. അത്രയാണ് ലൈമിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ദെൻ അടുത്തതാണ് അയൺ ഓക്സൈഡ്. 5 to 6%. ഓക്കെ, അയൺ ഓക്സൈഡ് എത്ര പെർസെൻറ്റേജ് ആണ്? 5 to 6% ആണ് അയൺ ഓക്സൈഡ്. ഈ അയൺ ഓക്സൈഡ് റെഡ് കളറാണ് ബ്രിക്കിന് കൊടുക്കുന്നത്. ഓക്കെ, ബ്രിക്കിന് റെഡ് കളറാണ്. ആ റെഡ് കളർ ബ്രിക്കത്തിന് കൊടുക്കുന്നത് അയൺ ഓക്സൈഡാണ്. ദെൻ ഇറ്റ് ഇൻക്രീസ്. അയൺ ഓക്സൈഡ് കൂടിപ്പോയാൽ ബ്രിക്കിനൊരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ എന്ന് പറയാം. ഡാർക്ക് ബ്ലൂ ആണ് കൂടുതൽ ഒരു പ്രിസൈസ് ആൻസർ എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലൂ തന്നെയാണ്. ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളറ് അയൺ ഓക്സൈഡ് കൂടിപ്പോയാൽ ബ്രിക്കിന് സംഭവിക്കാം. ദെൻ ഈ അയൺ ഓക്സൈഡ് കുറഞ്ഞു പോയാൽ ബ്രിക്കിനൊരു യെല്ലോ കളർ ഫോം ചെയ്യും. ഓക്കെ, യെല്ലോ കളറിലോട്ട് മാറും ബ്രിക്ക്. ഈ അയൺ ഓക്സൈഡ് കുറഞ്ഞു പോയാൽ ബ്രിക്ക് ഒരു യെല്ലോ കളറിലോട്ട് ബ്രിക്കായിത്തീരും. ഓക്കെ, ദെൻ അടുത്തതാണ് മെഗ്നീഷ്യ. 1 to 2%. ഓക്കെ, മെഗ്നീഷ്യ 1 to 2% ഉണ്ട്, അല്ലെങ്കിൽ 2 to 4% എന്ന് പറയാം. ഓക്കെ, മെഗ്നീഷ്യ 1 to 2%. ഇതാണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, മെഗ്നീഷ്യ 1 to 2% അല്ലെങ്കിൽ 2 to 4% എന്ന് പറയാം. ശ്രിങ്കേജിന് റെഡ്യൂസ് ചെയ്യുന്നതും മെഗ്നീഷ്യയാണ്. ശ്രിങ്കേജിന് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി മെഗ്നീഷ്യയ്ക്കുണ്ട്. ദെൻ ഇത് മെഗ്നീഷ്യ കൂടിപ്പോയാൽ ഡീക്കേയിങ് ഓഫ് ബ്രിക്ക് ഒക്കേഴ്സ്. ബ്രിക്കിന് ഡീക്കേയിങ് സംഭവിക്കും. ഈ ഡീക്കേയിങ് എന്ന് പറഞ്ഞാൽ ബ്രിക്കിന് ഡ്യൂറബിലിറ്റി കുറയുന്നതാണ്. ഓക്കെ, ഡ്യൂറബിലിറ്റി കുറയുന്നതിനെയാണ് ഡീക്കേയിങ് സംഭവിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെഗ്നീഷ്യ കൂടിപ്പോയാൽ ബ്രിക്കിന് ഡീക്കേയിങ് സംഭവിക്കും. ഈ ബ്രിക്കിനൊരു യെല്ലോ ടിൻ്റ് ഉണ്ട്. ആ യെല്ലോ ടിൻ്റ് കൊടുക്കുന്നത് മെഗ്നീഷ്യയാണ്. ഓക്കെ, ആ ബ്രിക്കിൻ്റെ ഒരു യെല്ലോ ടിൻ്റ് കൊടുക്കുന്നത് മെഗ്നീഷ്യയാണ്. ഓക്കെ, ബ്രിക്കർത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്? അലുമിന, സിലിക്ക, ലൈം, അയൺ ഓക്സൈഡ്, മെഗ്നീഷ്യയാണ്. അലുമിന 20 to 30%. G4 മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പ്രൊവൈഡ് പ്ലാസ്റ്റിസിറ്റി വൈൽ മൗൾഡിങ്. ദെൻ അലുമിന കൂടിപ്പോയാൽ ശ്രിങ്കേജ് ആൻഡ് വാർപ്പിംഗ് സംഭവിക്കും. ദെൻ സിലിക്ക 50 to 60% ആണ്. മേജർ ഇൻഗ്രീഡിയൻ്റ് ആണ് സിലിക്ക. 50 to 60% ആണ്. ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളത് സിലിക്കയാണ്. ദെൻ ഡ്യൂറബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദിസ് കണ്ടൻറ്റ്. യൂണിഫോം ഷേപ്പ് കൊടുക്കുന്നത് സിലിക്കയാണ്. ദെൻ സിലിക്കയുടെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ശ്രിങ്കേജ്, വാർപ്പിംഗ്, ക്രാക്കിംഗ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യും. ദെൻ സിലിക്ക കൂടിപ്പോയാൽ കോഷൻ ലോസ് സംഭവിച്ച് അവിടെ ബ്രിക്ക് ബ്രിട്ടിലായി പോവും. ദെൻ ഫ്യൂസിങ് ടെമ്പറേച്ചർ ഓഫ് സിലിക്കയുടെ ഫ്യൂസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1730 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ലൈമ് ഷുഡ് ബി ലെസ് ദാൻ 5%-നേക്കാളും കുറവായിരിക്കണം ലൈമിൻ്റെ കണ്ടൻറ്റ്. ലൈമ് ഫ്ലക്സ് പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് 1730 ഡിഗ്രി സെൽഷ്യസിൽ ഫ്യൂസ് ആവുന്ന സിലിക്കയെ ബ്രിക്കിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചറായ 1100 ഡിഗ്രി സെൽഷ്യസിനകത്ത് വെച്ച് ഫ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, അത് ഈ ലൈമിന് ഫ്ലക്സ് എന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. ദെൻ ലൈമിൻ്റെ പ്രോപ്പർട്ടി പ്രിവെൻറ്റ് ശ്രിങ്കേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ദെൻ ലൈമ് കൂടിപ്പോയാൽ ബ്രിക്കിന് മെൽറ്റിംഗ് സംഭവിക്കും. ദെൻ അയൺ ഓക്സൈഡ് 5 to 6% ആണ് ഉള്ളത്. റെഡ് കളറിൽ കൊടുക്കുന്നത് അയൺ ഓക്സൈഡാണ്. ദെൻ അയൺ ഓക്സൈഡ് കൂടിപ്പോയാൽ ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളറാവും. ഓക്കെ, ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളറാവും. ഈ അയൺ ഓക്സൈഡ് കുറഞ്ഞാൽ യെല്ലോ കളറാവും. ഓക്കെ, അയൺ ഓക്സൈഡ് കുറഞ്ഞു പോയാൽ യെല്ലോ കളറാവും. ദെൻ അടുത്തത് മെഗ്നീഷ്യ 1 to 2%. ഈ 2 to 4% എന്നോട് ഓർത്ത് വെച്ചിരിക്കുക. ദെൻ മെഗ്നീഷ്യ റെഡ്യൂസ് ശ്രിങ്കേജ് ആണ്. ദെൻ ഇൻക്രീസ് ഡീക്കേയിങ്. ഇത് മെഗ്നീഷ്യയുടെ കണ്ടൻറ്റ് കൂടിപ്പോയാൽ ഡീക്കേയിങ് സംഭവിക്കും. ദെൻ ഇമ്പാർട്സ് യെല്ലോ ടിൻ്റ്. ഓക്കെ, ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഈ ബ്രിക്ക് എർത്തിനെ ഹാംഫുൾ ഇൻഗ്രീഡിയൻ്റ് ആണ് അടുത്ത് നോക്കുന്നത്. ഹാംഫുൾ ഇൻഗ്രീഡിയൻ്റ് ഓഫ് ബ്രിക്ക് എർത്താണ് നോക്കുന്നത്. അതിൽ അതിലുണ്ട്. ഓക്കെ, ലൈമുണ്ട്, അയൺ പൈറേറ്റ് ഉണ്ട്, ആൽക്കലീസ് ഉണ്ട്, പെബിൾസ് ഉണ്ട്,
ദെൻ വെജിറ്റേഷൻ കവർ ആൻഡ് ഓർഗാനിക് മാറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് ഹാംഫുൾ ഇൻഗ്രീഡിയൻറ്റ്: ലൈം, അയൺ പൈറേറ്റ്, ആൽക്കലീസ്, പെബിൾസ്, വെജിറ്റേഷൻ കവർ ആൻഡ് ഓർഗാനിക് മാറ്റർ. ഓക്കെ, ദെൻ അതിൽ ലൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലൈമിൻ്റെ അളവ് കൂടിപ്പോയാൽ, ലൈം എക്സസ് ആയാൽ ഷേപ്പ് ലോസ് സംഭവിക്കും, അതായത് മെൽറ്റിംഗ് സംഭവിക്കും. മെൽറ്റിംഗ് സംഭവിക്കുന്നത് കൊണ്ട് ഷേപ്പ് ലോസ് അവിടെ സംഭവിക്കും. ഓക്കെ, ദെൻ അയൺ പൈറേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ബ്രിക്ക് ഡ്യൂ ടു ദ ക്രിസ്റ്റലൈസേഷൻ ഓഫ് അയൺ പൈറേറ്റ്. അതായത് അയൺ പൈറേറ്റിന് ഓക്സിഡേഷൻ സംഭവിക്കും. അയൺ പൈറേറ്റിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് കൊണ്ട് അവിടെ ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. ഓക്കെ, അയൺ പൈറേറ്റ്സിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് കൊണ്ട് അവിടെ ചെറിയ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. ഈ ക്രിസ്റ്റൽസ് എക്സ്പാൻഡ് ചെയ്തിട്ട് അവിടെ ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കും. ഓക്കെ, ഈ ക്രിസ്റ്റൽസ് എക്സ്പാൻഡ് ചെയ്താണ് അവിടെ ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ബ്രിക്ക് ഡ്യൂ ടു ദ ക്രിസ്റ്റലൈസേഷൻ ഓഫ് അയൺ പൈറേറ്റ്, അതാണ് അയൺ പൈറേറ്റ് ഹാംഫുൾ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ദെൻ അടുത്തത് ആൽക്കലീസ് എന്ന് പറഞ്ഞാൽ വാർപ്പിംഗ്. ആൽക്കലീസ് വാർപ്പിങ്ങിന് കാരണമാകുന്നു. ദെൻ ഈ ആൽക്കലീസ്, അതായത് ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് കഴിഞ്ഞ് ഒരു ബ്രിക്ക് എടുത്ത് നമ്മൾ ഡ്രൈ ചെയ്യാനായിട്ട് വയ്ക്കുമ്പോൾ അതിൽ ഒരു ഗ്രേ ഓർ വൈറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് ആൽക്കലി ഓർ സോല്യുബിൾ സാൾട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൽക്കലി എന്ന് പറയുന്നത് ഹാംഫുൾ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു മാനുഫാക്ചർ കഴിഞ്ഞ ഒരു ബ്രിക്കിനെ എടുത്ത് ഡ്രൈ ചെയ്യാൻ വയ്ക്കുമ്പോഴത്തേക്കും അതിൽ ഒരു വൈറ്റ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഗ്രേ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, വൈറ്റ് ഓർ ഗ്രേ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രസൻസ് ഓഫ് ആൽക്കലീസ് ഓർ സോല്യുബിൾ സാൾട്ടാണ്. ഓക്കെ, അതുകൊണ്ട് ആൽക്കലീസ് എന്ന് പറയുന്നത് ഒരു ഹാംഫുൾ ഇൻഗ്രീഡിയൻ്റ് ആണ്. ദെൻ അപ്പം ഇങ്ങനെ ഈ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ ഡെപ്പോസിറ്റ് ഉള്ളതിനെ, അങ്ങനെ ആ ഒരു ഹോൾ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എഫ്ലോറസൻസ്. ഓക്കെ, ഇനി ഈ എഫ്ലോറസൻസിനെ നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: സ്ലൈറ്റ് എഫ്ലോറസൻസ്, മോഡറേറ്റ്, സിവിയർ. സ്ലൈറ്റ് എഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ 10% അതിൽ കുറവോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10% ഉണ്ടെങ്കിൽ സ്ലൈറ്റ് എഫ്ലോറസൻസ് എന്ന് പറയുന്നു. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50% ആണെങ്കിൽ മോഡറേറ്റ് എഫ്ലോറസൻസ് എന്ന് പറയുന്നു. ദെൻ ഗ്രേറ്റർ ദാൻ 50% ആണെങ്കിൽ സിവിയർ എഫ്ലോറസൻസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതോടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ അടുത്ത ഹാംഫുൾ ഇൻഗ്രീഡിയൻ്റ് ആണ് പെബിൾസ് എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ മിക്സിങ് മൂലമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ബ്രിക്ക് എർത്തൊക്കെ എടുത്തതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ മിക്സൊക്കെ ചെയ്യുമ്പോൾ നേരായ രീതിയിലല്ല, അല്ലെങ്കിൽ നമ്മൾ അറിയാതെയൊക്കെ പെബിൾസൊക്കെ ബ്രിക്ക് എർത്തിൽ വന്നു ചേരാം. അങ്ങനെയുള്ള ഇംപ്രോപ്പർ മിക്സിങ് മൂലമാണ് ഈ പെബിൾസ് എന്ന ഹാംഫുൾ ഉണ്ടാകുന്നത്. ദെൻ കേസസ് ഇറഗുലാരിറ്റി വെൻ ബ്രോക്കൺ. അതായത് ഈ പെബിൾസ് ഉണ്ടെങ്കിൽ ആ ബ്രിക്കിനെ നമ്മൾ പൊട്ടിക്കുമ്പോൾ അതിന് ഇറഗുലാരിറ്റി ഉണ്ടാകും. അതായത് ഇപ്പം ഇതൊരു ബ്രിക്ക് എന്ന് വെച്ചോ. ഓക്കെ, ഈ ഒരു ബ്രിക്കിനെ നമ്മൾ ഇങ്ങനെ ഇവിടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വരേണ്ടത്. പക്ഷേ നമ്മൾ ഇവിടെ ഒരു പെബിൾസ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചോ, അങ്ങനെ ഒരു പെബിൾസ് ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മൾ ബ്രിക്കിനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ ബ്രിക്ക് നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക? ഇങ്ങനെ ഒരു പ്രൊജക്ഷനോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പോ ഹോളോ അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലൂടെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് കേസസ് ഇറഗുലാരിറ്റി വെൻ ബ്രോക്കൺ. നമുക്ക് ഒരു ബ്രിക്കിൻ്റെ സ്ട്രക്ചർ അറിയണമെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യണം, അതായത് അതിനെ പൊട്ടിക്കണം. ഒരു ബ്രിക്കിൻ്റെ സ്ട്രക്ചർ നമ്മൾ അറിയണമെങ്കിൽ ആ ബ്രിക്കിനെ പൊട്ടിച്ചാൽ മാത്രമേ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് അറിയാൻ പറ്റൂ. ഓക്കെ, അതാണ് പെബിൾസിലുള്ളത്. അടുത്തതാണ് വെജിറ്റേഷൻ കവർ ആൻഡ് ഓർഗാനിക് മാറ്റർ. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബ്രിക്ക് എർത്ത് എടുക്കുമ്പോൾ അതിൽ നമ്മൾ ഇംപ്രോപ്പർ മിക്സിങ്ങിലൂടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗത്തിലൂടെയോ കരിയില നമ്മൾ അറിയാതെ അകപ്പെട്ട് പോയാൽ ഈ ബ്രിക്കിൻ്റെ അകത്ത് ഒരു കരിയില അകപ്പെട്ടെന്ന് വെച്ചോ. ബ്രിക്കിൻ്റെ അകത്ത് ഒരു കരിയില അകപ്പെട്ടെന്ന് വെച്ചോ. ഈ കരിയില ബ്രിക്ക് നമ്മൾ ബേൺ ചെയ്യുമ്പോൾ ഈ കരിയില പെട്ടെന്ന് ബേണാവും. ഈ കരിയില പെട്ടെന്ന് ബേണാകുമ്പോൾ ഈ കരിയില അവിടെ ഒരു ബേണിംഗ് അസിസ്റ്റൻ്റ് പോലെ ആക്ട് ചെയ്യും. ഓക്കെ, അസിസ്റ്റൻ്റ് ഇൻ ബേണിംഗ്, അതായത് ബേണിങ്ങിനെ ഈ കരിയില അസിസ്റ്റ് ചെയ്യും. അതായത് പെട്ടെന്ന് നമ്മുടെ കുറച്ച് അത്രയും പോർഷനിൽ കുറച്ച് പെട്ടെന്ന് ബേണിങ് നടക്കും. ഓക്കെ, ദെൻ ഈ കരിയില അങ്ങനെ ബേണായി കരിയില ഫുള്ള് കത്തിപ്പോയതിന് ശേഷം അവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു പോറസ് ഉണ്ടാവും. ഓക്കെ, ദെൻ ഈ കരിയില കത്തുമ്പോൾ ഒരു ഗ്യാസ് ഫോം ചെയ്യുമല്ലോ. ഈ ഗ്യാസ് പുറത്തേക്ക് വരാൻ ശ്രമിക്കും, ബ്രിക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കും. സോ അവിടെയൊക്കെ ക്രാക്ക് ഫോം ചെയ്യും. ഓക്കെ, ഈ ഗ്യാസ് പുറത്തേക്ക് വരാൻ ശ്രമിക്കും. സോ അവിടെ അങ്ങനെ ക്രാക്ക് ഫോം ചെയ്യും. അങ്ങനെ ക്രാക്ക് വരുന്ന ഭാഗത്തൊക്കെ ചെറിയൊരു ഫംഗസ് ഒക്കെ ഫോം ചെയ്യും. ദെൻ ഈ ഒരു ഓവറോൾ പ്രോസസ്സിനെയാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ബ്രിക്കിനകത്ത് കരിയില
എന്തെങ്കിലും കാരണവശാൽ പെട്ടുപോയാൽ നമ്മൾ ബ്രിക്ക് ബേൺ ചെയ്യുമ്പോൾ കരിയില ബേൺ ആവും. കരിയില അവിടെ ഒരു അസിസ്റ്റൻ്റ് പോലെ ആക്ട് ചെയ്യും. അസിസ്റ്റൻ്റ് ഇൻ ബേണിങ്. ഓക്കെ, അസിസ്റ്റൻ്റ് പോലെ ആക്ട് ചെയ്യും. ദെൻ ഈ കരിയില പൂർണ്ണമായും ബേൺ ആയി അല്ലെങ്കിൽ കത്തിപ്പോയതിന് ശേഷം അവിടെ ഒരു പോറസ് ഫോം ചെയ്യും അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. ഓക്കെ, ദെൻ ഈ കരിയില കത്തുമ്പോഴുണ്ടാകുന്ന ഗ്യാസ് ബ്രിക്കിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരാൻ ശ്രമിക്കും. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഗ്യാപ്പ് ഫോം ചെയ്യും അല്ലെങ്കിൽ ഒരു ക്രാക്ക് ഫോം ചെയ്യും. അങ്ങനെ ഈ ഒരു ഓവറോൾ പ്രോസസ്സ് ഇങ്ങനെയാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രാക്സ് ആർ ഡെവലപ്ഡ് ആൻഡ് സൈസ് ഇൻക്രീസ്ഡ്. ഓക്കെ, ക്രാക്സ് ഡെവലപ്പ് ആവും, സൈസ് ഇൻക്രീസ്ഡ് ആവും. ദ പ്രോസസ് ഈസ് നോൺ ആസ് ബ്ലോട്ടിംഗ്. ഈ ഒരു ഓവറോൾ പ്രോസസ്സിനെയാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് ബ്രിക്കിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞു 350 to 1100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ബ്രിക്കിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 350 to 1100 ഡിഗ്രി സെൽഷ്യസ് ആണ് ബ്രിക്കിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ. ഓക്കെ, ഇതിന് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ബ്രിക്കിൻ്റെ സൈസ് ഓഫ് ബ്രിക്കാണ് അടുത്ത് പഠിക്കാനുള്ളത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നവർക്കറിയാം, ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സൈസ് ഓഫ് ബ്രിക്ക്. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മോഡുലാർ സൈസ് ഓഫ് ബ്രിക്ക്. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മോഡുലാർ സൈസ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് 19x9x9 സെൻറ്റിമീറ്റർ. അതായത് ഇതാണ് ബ്രിക്ക്. ഇതിൻ്റെ ഈ ഒരു പോർഷൻ ലെങ്ത്, ഈ പോർഷനാണ് ലെങ്ത്. അത് 19, ഇവിടെ ഞാനിപ്പോൾ mm-ലാണ് ഡയമെൻഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് 19 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇത് 9 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഈ ഹൈറ്റും 9 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അതാണ് വരുന്നത്. അതാണ് 19x9x9 സെൻറ്റിമീറ്റർ. ദെൻ നോമിനൽ സൈസ് ഓഫ് ബ്രിക്ക്. നോമിനൽ സൈസ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് 20x10x10 സെൻറ്റിമീറ്റർ. നോമിനൽ സൈസ് എന്ന് പറയുന്നത് വിത്ത് മോട്ടാർ തിക്നെസ് ആണ്. ഓക്കെ, മോട്ടാർ തിക്നെസ്സോടെ വരുന്നതിനെയാണ് നോമിനൽ സൈസ് എന്ന് പറയുന്നത്. അതാണ് 20x10x10 സെൻറ്റിമീറ്റർ. ദെൻ നോൺ മോഡുലാർ സൈസ് ഓഫ് ബ്രിക്ക്. നോൺ മോഡുലാർ സൈസ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് 23x11/7 സെൻറ്റിമീറ്റർ. എന്താണ് 23x11/7 സെൻറ്റിമീറ്റർ. ദെൻ നമുക്ക് ബ്രിക്കിൻ്റെ വെയിറ്റ് പഠിക്കണം. ഒരു ബ്രിക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 3 to 3.5 കിലോഗ്രാമാണ്. ഓക്കെ, കിലോഗ്രാമിലാണെങ്കിൽ 3 to 3.5 കിലോഗ്രാമും. ദെൻ ന്യൂട്ടണിലാണെങ്കിൽ 30 to 35 ന്യൂട്ടനാണ്. ഓക്കെ, കിലോഗ്രാം ആണെങ്കിൽ 3 to 3.5 കിലോഗ്രാമും, ന്യൂട്ടൺ ആണെങ്കിൽ 30 to 35 ന്യൂട്ടനാണ്. ദെൻ അടുത്ത് യൂണിറ്റ് വെയിറ്റ് ഓഫ് ബ്രിക്ക്. ബ്രിക്കിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ദെൻ അല്ലെങ്കിൽ 1800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോ ന്യൂട്ടണിലാണെങ്കിൽ 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബും, ഇത് കിലോഗ്രാമിലാണെങ്കിൽ 1800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബുമാണ്. ദെൻ അടുത്ത സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബ്രിക്ക്. ബ്രിക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.822 ആണ്. ഓക്കെ, 1.822 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് 1.822 ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് മാനുഫാക്ചർ ഓഫ് ബ്രിക്ക്, ദെൻ അതിനെക്കുറിച്ച് ക്ലാസിഫിക്കേഷൻ, അതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.